സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. സോ ഇന്ന് ഞാൻ പതിവില്ലാണ്ട് രാവിലെ എണീറ്റു. ആക്ച്വലി ഉറങ്ങിയിട്ടില്ല, ഓണസ്റ്റ്ലി സ്പീക്കിങ്. സോ എന്നിട്ട് എണീറ്റ ഉടനെ ഞാൻ ചെന്നിട്ട് കോളിഫ്ലവർ കറി ഉണ്ടാക്കി. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കോളിഫ്ലവർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പോയി നോക്കാം. എന്നിട്ട് ഞാൻ പോയി കുളിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ കറി. ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇത് ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഈ ദോശമാവ് ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദോശ മാവ് ചൂടുക. എന്നിട്ട് ഞാൻ പോയി കുളിച്ചു. ഇപ്പം സമയം 4:21 കുളിച്ചു വന്നു. പിന്നെ ഞാൻ ഫേസ് വാഷിട്ട് മുഖം കഴുകി. അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ നമുക്ക് വിളക്കടിച്ച് പ്രാർത്ഥിക്കണം. കാരണം 4:30 ആവാറായിട്ടുണ്ട്. സോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വന്നു. വെള്ളം ചൂടാക്കാം. അപ്പം ഇപ്പം സമയം പ്രാർത്ഥിച്ചിട്ട് വേണം 4:30 ഗൈസ്. ഇന്നലെ ഞാൻ ജീവമാർക്കും കഴിച്ച ദിവസമാണ്. കുറച്ച് കഴിച്ചു. നമുക്കിത് പൊട്ടിച്ച് ഇതിലങ്ങിടാം. എന്തൊക്കെയോ വേറെ എന്തോ സ്ക്രീൻ ഇട്ടാണ്. അതാണെങ്കിൽ സോ ഇതിൻ്റെ കയ്യിൽ ഞങ്ങൾ കാണിക്കും. ജംസ് കഴിച്ചു ഒന്നുമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഞാൻ സീനറി കാണിച്ചു. കണ്ടോ, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇരുട്ട എറ്റിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. മധുരം കഴിക്കാം. രാവിലെ മധുരം ഞാൻ പല തേച്ചില്ല. അപ്പോൾ പല തേക്കണമെന്ന് ആക്ച്വലി പല തേക്കാം. സോറി, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പം ജംസ് കമ്പനിക്കാർ ഇത് ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനൊരു പാക്ക്. എന്താ ഇത്? കുഞ്ഞു പിള്ളേർ കടിച്ച പോലെ. നമുക്ക് തുറന്നു നോക്കാം. ആക്ച്വലി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പൊട്ടിക്കരുതെന്നാണ് ഒരുമാതിരി പാരടിക്കുന്നത്. കാരണം ഞാൻ കുറേ ബാക്കി കഴിക്കുകയും ചെയ്തു. അകത്ത് മിഠായിയുടെ പകുതിയേ ഉള്ളൂ. കണ്ടോ, ഒരു മിഠായിയുടെ പകുതി. ജംസ് കമ്പനിക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇതിൻ്റെ ബാക്കി പകുതി നിങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെ വിശ്വസിച്ച് കഴിക്കാം നമ്മൾ. സോ ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ, മുട്ട. ഹലോ ഗായ്സ്, ആരെങ്കിലും ഹായ് ഗായ്സ്, ഇതാണ് എൻ്റെ പുതിയ കൂട്ടുകാരി. ഞങ്ങൾ ഇന്ന് രാവിലെ രാവിലെ കഴിച്ചതിന് ശേഷം നമ്മൾ കോളേജിൽ ചെന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആവുന്നതിന് മുന്നേ വീണ്ടും ഇടിയപ്പം മുട്ടക്കറി നമ്മൾ വീണ്ടും കോളേജിന് പുറത്തെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ ഉണ്ടാക്കിയതാണ് മോര് കുപ്പിയിലാക്കി. ദോശമാവാണിത്. ദോശമാവ് ഇന്ന് ആക്ച്വലി നമുക്ക് ഡിന്നറിന് ഇഡ്ഡലിയും കാണിച്ചു പറയുന്ന ഇഡ്ഡലിയും ഫിഷ് ഫ്രൈയും. കണ്ടോ ഫിഷ്. ഇത് മേഘനയുടെ ചട്നി. ഇതാണ് ഗൈസ് നമ്മുടെ മുട്ടക്കറി. കൃപ ഉണ്ടാക്കിയ മുട്ടക്കറി. കണ്ടോ, വാട്ട ഈറ്റിലെ മുട്ടക്കറി ഇഡ്ഡലി. ഇതാണ് ഞങ്ങളുടെ ഇഡ്ഡലി. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കിച്ചൺ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പിന്നെ ബൂസ്റ്റ് ഇന്ന് ഞാൻ മേടിച്ചായിരുന്നു. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഗൈസ്. കുറച്ച് കണ്ടോ ഇങ്ങനെ പാക്കറ്റ് മേടിച്ചു. നമുക്ക് പൊട്ടി ചെയ്താം ഗൈസ്. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ആക്ച്വലി ഇതുവരെ ആയി. മുട്ടക്കറി, മേഘനയുടെ ചമ്മന്തി. ഇത് ആക്ച്വലി ഞാൻ എടുത്തായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഇങ്ങനെ എടുത്ത് മുട്ട പുഴുങ്ങിയതും ഇങ്ങനെ എടുത്തു. ഹലോ ഗൈസ്, നമ്മൾ രാത്രി പഠിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ട് 2 ദിവസം ഏതാണ്. കണ്ണും തുറന്നിട്ട് അപ്പുറം ഒരു ഫോണും ബുക്കും തുറന്നിട്ട് പഠിക്കും. എന്നിട്ട് നമ്മൾ രാത്രി വാട്ടർമെലനും യോഗട്ട് നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ രാത്രിയത്തെ ഫുഡ് അവസാനിപ്പിച്ചു. ഇതാണ് ഒരു നോർമൽ